അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തരുൺ മൂർത്തിയുടെ ഡയറക്ഷനിൽ മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ഇമോഷണൽ ക്രൈം ഡ്രാമ മൂവിയാണ് തുടരും. ഇവരെ കൂടാതെ ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, അബിൻ ബിനു, മണിയമ്പിള്ള രാജു, അമൃതവർഷിനി, ഇർഷാദ് എന്നിവരും സിനിമയിൽ ഭാഗമാകുന്നുണ്ട്. പത്തനംതിട്ടയിലെ റാന്നി ഗ്രാമത്തിലെ ഒരു സാധാരണ അംബാസിഡർ ടാക്സി ഡ്രൈവറായ ഷൺമുഖവും ലളിതയും അടങ്ങുന്ന സന്തുഷ്ട കുടുംബത്തിൽ ഒരു അൺയൂഷ്വലായ ഇൻസിഡന്റ് നടക്കുന്നു. അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈൻ ആയിട്ട് വരുന്നത്. അതിന്റെ ഡയറക്ടോറിയൽ കരിയർ ഓപ്പറേഷൻ ജാവ, സൗദികളിലൊക്കെ പോലെ വളരെ നല്ല സിനിമകൾ ചെയ്തുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള തരുൺ മൂർത്തി മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യുന്നു എന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ മോഹൻലാൽ ശോഭന എന്ന എവർഗ്രീൻ കോംബോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നത് കൊണ്ടും തുടരും എന്ന മൂവിയുടെ അനൗൺസ്മെന്റ് വീഡിയോ തൊട്ട് വളരെ നല്ലൊരു പ്രതീക്ഷയായിരുന്നു എന്നിലെ പ്രേക്ഷകന് ഈ സിനിമ മൂലം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രാക്ക് റെക്കോർഡിനെ വളരെ മികച്ച രീതിയിൽ തന്നെ ഷോക്കേസ് ചെയ്യാൻ തുടരും എന്ന മൂവിയുടെ തരുൺ മൂർത്തി എന്ന ഡയറക്ടറും അതോടൊപ്പം തന്നെ KR സുനിൽ എന്ന സ്ക്രീൻ പ്ലേ റൈറ്റർക്കും വളരെ ഈസിയായി സാധിച്ചു എന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നോട് ചോദിച്ചാൽ ഈ ഒരു സിനിമ നമ്മൾ ഇതുവരെ കാണാത്തൊരു കലാസൃഷ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു കഥയോ ഒന്നുമല്ല. എന്നിരുന്നാൽ കൂടിയും തരുൺ മൂർത്തി എന്ന ഡയറക്ടർ മോഹൻലാൽ എന്ന നടനെ ഷോക്കേസ് ചെയ്യാൻ ഉപയോഗിച്ച ഒരുപാട് സീക്വൻസുകൾ ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഓരോ സീൻസും അതോടൊപ്പം തന്നെ അതിനെ ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസും എനിക്ക് വളരെയധികം എൻജോയബിൾ ആയി തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. വളരെയധികം പ്യുവറായ ലൈഫുള്ള കുറച്ച് ക്യാരക്ടേഴ്സും അവർക്കിടയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും കാണിച്ച് വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്റർവെല്ലിനോടടുത്ത് സിനിമയുടെ ജോണർ ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോലും ഒട്ടും ഫോഴ്സ്ഡ് ആയി തോന്നാത്തതും ആ ജോണർ ഷിഫ്റ്റിനെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള സെക്കൻഡ് ഹാഫും അതിനെ വളരെയധികം സാറ്റിസ്ഫൈങ് ആയി അവസാനിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സും സിനിമയ്ക്ക് സമ്മാനിച്ചതോടുകൂടി ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സിനിമ അനുഭവമായിട്ടായിരുന്നു തുടരും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആയതുകൊണ്ടായിരിക്കാം മോഹൻലാൽ ശോഭന കോംബോ ഈ സിനിമയിൽ ഉടനീളം ഷൈൻ ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. അതോടൊപ്പം തന്നെ ശോഭന എന്ന ആക്ട്രസിന്റെ പെർഫോമൻസും നമ്മൾ ഒരുപാട് കൈയടിക്കേണ്ട ഒരു പെർഫോമൻസിലേക്ക് ഈ സിനിമ മാറ്റി പറിക്കുന്നുമുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്റിമിഡേറ്റിംഗ് ആയി തോന്നിയ പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി പ്രകാശ് വർമ്മ എന്ന ആക്ടർ ചെയ്ത ഒരു പോലീസ് ക്യാരക്ടർ തന്നെയാണ്. ഈ സിനിമയെ സത്യം പറഞ്ഞാൽ വളരെയധികം എന്റർടൈനിങ്ങും എൻഗേജിങ്ങും ആക്കി നിർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വഹിച്ച പങ്ക് വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവരെ കൂടാതെ തോമസ് മാത്യു, ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി എന്നിവർ തങ്ങൾക്ക് കിട്ടിയ ശേഷം നല്ലതായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമായി മോഹൻലാൽ ഒരുപാടധികം ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്ന വളരെയധികം ലവബിളായ ഷൺമുഖം എന്ന ക്യാരക്ടറിനെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു ക്യാരക്ടറെ ജീവിക്കുന്നതായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വളരെയധികം എഫേർട്ട്ലെസ് ആയി ഒരുപാട് ഇമോഷൻസിനെ എല്ലാം ക്യാരി ചെയ്ത് അതിനെയെല്ലാം കൺവിൻസിംഗ് ആയി പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് എത്തിക്കാൻ മോഹൻലാൽ എന്ന നടന് വളരെ ഈസിയായി സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഷാജി കുമാറിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ പോലും മൺമറഞ്ഞു പോയ നിഷാദ് യൂസഫിന്റെയും അതോടൊപ്പം തന്നെ ഷെഫീഖ് ബീബിയുടെയും എഡിറ്റിംഗ് ആണെങ്കിൽ പോലും സിനിമയെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയപ്പോൾ സിനിമയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ജേക്സ് ബിജോയുടെ മ്യൂസിക് പ്ലസ് BGM ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു. എല്ലാവരും തുടരുമെന്ന ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.